വൃന്ദാവനത്തിലെ വനങ്ങളിൽ കൃഷ്ണനും കൂട്ടുകാരും പശുക്കിടാങ്ങളോടൊപ്പം കളിച്ചുല്ലസിച്ച് നടന്നിരുന്ന ഒരു കാലം. ഗോകുലത്തിൽ കൃഷ്ണൻ നടത്തുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മധുരയിലെ ദുഷ്ടനായ കംസന് നന്നായി അറിയാമായിരുന്നു. അവൻ പലപ്പോഴും രാക്ഷസന്മാരെ കൃഷ്ണനെ വധിക്കാനായി അയച്ചിരുന്നു. അങ്ങനെ കംസൻ അയച്ചവരിൽ ഒരാളായിരുന്നു ഭീകരനായ അഘാസുരൻ. മുമ്പ് കൃഷ്ണൻ വധിച്ച പൂതനയുടെയും ബകാസുരന്റെയും ഇളയ സഹോദരനായിരുന്നു അവൻ. എങ്ങനെയും കൃഷ്ണനെ വധിക്കണം എന്ന പ്രതികാര ചിന്തയോടെയാണ് അഘാസുരൻ വൃന്ദാവനത്തിലെത്തിയത്. കൃഷ്ണനും കൂട്ടുകാരും കളിച്ചു നടന്നിരുന്ന വഴിയിൽ അഘാസുരൻ ഒരു ഭീകരമായ തന്ത്രം മെനഞ്ഞു. അവൻ ലോകത്തിലെ ഏറ്റവും വലിയ മലമ്പാമ്പിന്റെ രൂപം സ്വീകരിച്ച് കുട്ടികൾ കളിച്ചുല്ലസിച്ചു വരുന്ന ആ വഴിയിൽ അവന്റെ വായ ഗുഹ പോലെ മലർക്കെ തുറന്ന് വഴിയിൽ കിടന്നു. വായുടെ മുകളിലെ ചുണ്ട് ആകാശത്തേക്കും താഴത്തെ ചുണ്ട് നിലത്തേക്കും തട്ടി നിന്നു. കളിച്ചെത്തിയ കുട്ടികൾ ഇത് കണ്ടപ്പോൾ ആഹാ, എത്ര വലിയ ഗുഹ, നമുക്കിതിലൂടെ ഒരു സാഹസിക യാത്ര പോയാലോ എന്ന ആവേശത്തോടെ പറഞ്ഞു. അവർക്കത് അത്ഭുത കാഴ്ചയായിരുന്നു, അല്ലാതെ ഭീകരമായ ഒരു പാമ്പിന്റെ വായാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആദ്യം കുട്ടികളുടെ പശുക്കിടാങ്ങൾ ആ ഗുഹയിലേക്ക് ധൈര്യത്തോടെ കടന്നു. പുറകെ ഗോപാലന്മാരും ആർപ്പ് വിളികളോടെ അതിനുള്ളിലേക്ക് ഓടിക്കയറി. അവരിൽ ഒരാൾ പോലും ഇതൊരു കെണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. എല്ലാവരും അകത്തെത്തിയപ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ സത്യം തെളിഞ്ഞു. ഇത് വെറുമൊരു ഗുഹയല്ല, മറിച്ച് തന്നെയും തന്റെ കൂട്ടുകാരെയും വിഴുങ്ങാൻ വന്ന ഭീകരനായ അഘാസുരനാണ്. തന്റെ കൂട്ടുകാരെയും പശുക്കിടാങ്ങളെയും രക്ഷിക്കാനായി അവരെ പിന്തുടർന്ന് ശ്രീകൃഷ്ണനും ആ പാമ്പിന്റെ വായയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ അകത്തു കയറിയെന്ന് ഉറപ്പായ നിമിഷം അഘാസുരൻ തന്റെ ഭീകരമായ വായ വലിയ ശബ്ദത്തോടെ അടച്ചു. അകത്തുപെട്ട കുട്ടികൾക്ക് പെട്ടെന്ന് ഇരുട്ടായി. അവർ ശ്വാസം കിട്ടാതെ പരിഭ്രാന്തരായി നിലവിളിക്കാൻ തുടങ്ങി. തങ്ങളെ രക്ഷിക്കാനായി ശ്രീകൃഷ്ണനോട് അവർ അപേക്ഷിച്ചു. അവരുടെ നിലവിളി കേട്ട കൃഷ്ണൻ ഒട്ടും സമയം പാഴാക്കിയില്ല. തന്റെ ദൈവിക ശക്തിയാൽ കൃഷ്ണൻ തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. വേഗത്തിലും വലുപ്പത്തിലും കൃഷ്ണന്റെ ശരീരം വളർന്നപ്പോൾ അഘാസുരന്റെ തൊണ്ടയും വയറും വലിഞ്ഞു മുറുകി. കൃഷ്ണൻ ഉള്ളിൽ നിറഞ്ഞതോടെ പാമ്പിന് ഒരൽപ്പം പോലും ശ്വാസം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്വാസം മുട്ടി അഘാസുരൻ പിടഞ്ഞു. അവസാനം അവന് ശ്വാസം കിട്ടാതെ കൃഷ്ണന്റെ ശക്തിയുടെ ചൂടിൽ അവന്റെ ശരീരത്തിൽ നിന്ന് ജീവന്റെ ശക്തി പുറത്തേക്ക് പാഞ്ഞു. ആ ജീവന്റെ ശക്തി ഒരു വെളിച്ചമായി കൃഷ്ണന്റെ പാദങ്ങളിൽ ലയിക്കുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണൻ ആ ഭീകരമായ കെണിയിൽ നിന്ന് കുട്ടികളെയും പശുക്കിടാങ്ങളെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. തങ്ങളെ രക്ഷിച്ച കൃഷ്ണനെ ഗോപാല ബാലകന്മാർ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട് ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പങ്ങൾ വർഷിച്ച് കണ്ണനെ വാഴ്ത്തി. തുടർന്ന് എല്ലാവരും ചേർന്ന് അവരവരുടെ വീടുകളിലേക്ക് കൃഷ്ണന്റെ കൂടെ യാത്രയായി. കൃഷ്ണൻ അഘാസുരനെ വധിച്ച ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിവേകം, ധൈര്യം, സ്നേഹം എന്നിവയുടെ പ്രാധാന്യമാണ്. പുറമെ മനോഹരമായി തോന്നാമെങ്കിലും ചതിക്കെണികളെയും അപകടങ്ങളെയും കൃഷ്ണനെ പോലെ വിവേകത്തോടെ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെടുമ്പോൾ ഭയന്ന് പിന്മാറാതെ അവരെ രക്ഷിക്കാനുള്ള ധൈര്യം കാണിക്കുകയും കൂട്ടുകാരോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ശരിയായ ബുദ്ധിയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിട്ടാൽ വിജയം സുനിശ്ചിതമാണ് എന്നതാണ് ഈ കഥ നൽകുന്ന സന്ദേശം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഘാസുരനെ വധിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.